ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 97-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 97-ാമത്തെ ശ്ലോകത്തിൽ 9 നാമങ്ങളായിരുന്നു. ആ 97-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 915 നാമങ്ങളും പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം 98. 98-ാമത്തെ ശ്ലോകം ആദ്യം വായിക്കാം. അക്രൂരപേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാം വരഹ വിദ്വത്തമോ വീതഭയഃ പുണ്യശ്രവണകീർത്തനഃ. ഒന്നുകൂടെ വായിക്കാം. അക്രൂരപേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാം വരഹ വിദ്വത്തമോ വീതഭയഃ പുണ്യശ്രവണകീർത്തനഃ. അതായത് 8 നാമങ്ങളുണ്ട് ഇതിൽ. നാമങ്ങൾ അക്രൂരഃ, പേശലഃ, ദക്ഷഃ, ദക്ഷിണഃ, ക്ഷമിണാം വരഹ. ചില പുസ്തകങ്ങളിൽ ക്ഷമിണാം പര എന്നുണ്ടാവും. പര എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം തന്നെയാണ് അർത്ഥം. ഇവിടെ വരൻ, വരിക്കുന്നവൻ, ശ്രേഷ്ഠൻ. അതായത് നമ്മൾ ഈശ്വരൻ എന്നുള്ള നാമം എടുക്കുകയാണെങ്കിൽ ഈശിക്കുന്നതിൽ വരൻ ഈശ്വരൻ. അതുപോലെ ഇവിടെ ക്ഷമിക്കുന്നതിൽ വരൻ എന്നുള്ള ഇതിൽ ക്ഷമിണാം വരഹ എന്നാക്കണം. ആ പായല്ല ഇവിടെ, വായാക്കണം. ക്ഷമിണാം വരഹ വിദ്വത്തമഃ വീതഭയഃ പുണ്യശ്രവണ കീർത്തനഃ ഒരു നാമം. അപ്പം അതൊന്നിച്ചാണ് പുണ്യശ്രവണ കീർത്തനഃ. ചൊല്ലുമ്പോഴും നമ്മൾ അങ്ങനെ വേണം ചൊല്ലാൻ, മുറിച്ചൊന്നും ചൊല്ലാൻ പാടില്ല. അപ്പം ഒന്നുകൂടി പറയാം. അക്രൂരഃ, പേശലഃ, ദക്ഷഃ, ദക്ഷിണഃ, ക്ഷമിണാം വരഹ വിദ്വത്തമഃ വീതഭയഃ പുണ്യശ്രവണ കീർത്തനഃ. 8 നാമങ്ങൾ. ഇനി നമുക്ക് ഓരോ നാമം എടുത്തിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. അക്രൂരപേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാം വരഹ വിദ്വത്തമോ വീതഭയഃ പുണ്യശ്രവണകീർത്തനഃ. ആദ്യത്തെ നാമം അക്രൂരഃ. അക്രൂരൻ എന്ന് പറഞ്ഞാൽ, ക്രൂരൻ എന്ന് പറഞ്ഞാൽ ക്രൗര്യം അല്ലെങ്കിൽ എന്താ പറയുക, ക്രോധമുള്ളവൻ എന്നൊക്കെ ആക്കാം. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് അക്രൂരൻ എന്നാണ് ഭഗവാന് പേര്. എന്തുകൊണ്ടാണ്? ഭഗവാൻ ക്രൂരനല്ല, അതുകൊണ്ട്. അപ്പം ക്രൂരൻ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? സൗമ്യനാണ് ഭഗവാൻ, സൗമ്യതയുള്ളവൻ. ക്രൂരൻ്റെ ഓപ്പോസിറ്റാണ് സൗമ്യം. അപ്പം ക്രൂരതയില്ലാത്തവൻ, ക്രൂരനല്ലാത്തവൻ സൗമ്യൻ എന്ന് പേര്. നമ്മൾ അരൗദ്ര എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു അല്ലേ? അരൗദ്ര, രൗദ്രമില്ലാത്തവൻ. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ക്രോധത്തിന് കാരണം കാമനിവൃത്തിയാണ്. ആ കാമം നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് കോപം ഉണ്ടാകുന്നത്, ക്രോധം ഉണ്ടാകുന്നത്. അപ്പോൾ ഭഗവാന് കാമവും ഇല്ല, ക്രോധം ഉണ്ടാകും. കാമം ഇല്ലെങ്കിൽ പിന്നെ ക്രോധമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അവാപ്ത കാമനാണ് ഭഗവാൻ. ഭഗവാന് യാതൊരുവിധ കാമവുമില്ല. അതുകൊണ്ട് തന്നെ ക്രോധവും ഇല്ല, ക്രൂരനുമല്ല. ഭഗവാന് ഇന്ദ്രിയ നിഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ടും സ്ഥിതപ്രജ്ഞനാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന് പേര് അക്രൂരൻ, അക്രൂരഃ എന്ന്. പിന്നെ വേറൊരു അക്രൂരനുണ്ട്. നമ്മുടെ യാദവകുലത്തിൽ ഒരു യാദവനുണ്ട്, അക്രൂരൻ എന്ന് പേര്, ഭാഗവതത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഭഗവാന് അക്രൂരൻ എന്ന് പേര്. അടുത്ത നാമം പേശലഹ. പേശല എന്ന് പറഞ്ഞാൽ ശോഭയുള്ളവൻ, നല്ല
ഭംഗിയുള്ളവൻ, പ്രകാശമുള്ളവൻ എന്നൊക്കെ അർത്ഥം. അതായത് എല്ലാത്തിലും നന്നായിരിക്കുന്നു. ഭഗവാന്റെ മനസ്സ് ഉദാരമാണ്, ആർദ്രമാണ്, കരുണാസാഗരമാണ്, ദുഃഖം ഒട്ടുമില്ല. ദുഃഖം എങ്ങനെയുണ്ടാകുന്നത്? ഭഗവാന് ഒന്നും അഹങ്കാരോ ഒന്നുമില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഭഗവാൻ സുന്ദരനാണ്, അല്ലെങ്കിൽ ഉദാര മനസ്സുള്ളവനാണ്. അപ്പം കൽമഷം ഒട്ടുമില്ല. പിന്നെ അവതാര കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ പോലും ആത്മവാനായിരിക്കുന്നു ഭഗവാൻ. അഹങ്കൃത ഭാവമൊന്നുമില്ല. അപ്പം ഇതൊന്നും ഭഗവാനെ മനസ്സിനെ ബാധിക്കുന്നില്ല ഭഗവാന്റെ. അപ്പോൾ വാഗ്മിയായ ഭഗവാൻ, അതായത് വാക്സാമർഥ്യമുള്ള ഭഗവാൻ മറ്റുള്ളവരെ എല്ലാം വാഗ്വാദം ചെയ്ത് തൻ്റെ വശത്താക്കുന്നു. അത്രയും ഭഗവാന് കഴിവുണ്ട്. അപ്പം സത്യമായതിനാലാണ് വാക്ക് ശോഭനമാകുന്നത്. സത്യസന്ധനാണ് ഭഗവാൻ. സത്യമേ പറയൂ, സത്യമേ ചെയ്യൂ, ധർമ്മമേ പറയൂ, ധർമ്മമേ ചെയ്യൂ. അപ്പം ഭഗവാന്റെ നാരസിംഹ രൂപം പോലും ഭയങ്കര പ്രശംസനീയമായിരുന്നല്ലേ. നരസിംഹമായിട്ട് അവതരിച്ച് ക്രൂരഭാവമല്ലേ, പക്ഷേ എന്നാലും നല്ല ഒരു രൂപം, ശോഭയായിരുന്നു ഭഗവാനെ കാണാൻ. അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ ഭയങ്കര പ്രശംസനീയമായ ശരീരമായിരുന്നു ഭഗവാന്റെ. അതുകൊണ്ട് ഭഗവാൻ പേശലഹ. അടുത്ത നാമം ദക്ഷഹ. ദക്ഷൻ എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണത്തിൽ പ്രബുദ്ധമായ ശക്തിയും സാമർഥ്യവും ശീഘ്രവും ഒക്കെ ഉള്ളവൻ. എല്ലാ കാര്യത്തിലും ശക്തി അല്ലെങ്കിൽ പ്രബുദ്ധം, സാമർഥ്യമുള്ളവൻ, എല്ലാ കാര്യത്തിലും നന്നായി ചെയ്യുന്ന. നമ്മൾ നേരത്തെ 424 നാമാന്ന് തോന്നുന്നു ദക്ഷൻ എന്ന് പഠിച്ചായിരുന്നു. അതിനകത്ത് നമ്മൾ ദേശം, കാലം, വസ്തു ഇതിലെല്ലാം ക്ലിപ്തപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വർദ്ധിക്കുന്നു എന്നർത്ഥമായിരുന്നു പറഞ്ഞേ. അപ്പം ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ സമർത്ഥനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ദക്ഷനാണ്. പിന്നെ എല്ലാ ഭക്തന്മാരുടെയും ആഗ്രഹങ്ങളെയൊക്കെ വേഗം തന്നെ സാധിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ദക്ഷക. അടുത്ത നാമം ദക്ഷിണക. ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഗമനശീലൻ, ഗമിക്കുന്നതിൽ ശീലമുള്ളവൻ, സർവവ്യാപി, ഹിംസിക്കുന്ന. 3 അർത്ഥമുണ്ട്. ഒന്ന് ഗമനശീലൻ, ഗമിക്കുക എന്ന് പറഞ്ഞാൽ പോവുക, എപ്പോഴും ഗമിച്ചു കൊണ്ടിരിക്കുക. പിന്നെ സർവവ്യാപി, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. പിന്നെ ഹിംസിക്കുന്നവൻ, ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നു, ഹിംസിക്കുന്നു ഭഗവാൻ. അവരെ നന്നാക്കാൻ വേണ്ടി നോക്കും, കുറേ ഭഗവാൻ ശ്രമിക്കും. എന്നിട്ട് ഒട്ടും നന്നാകുന്നില്ലേ മാത്രമേ ഹിംസിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ശിശുപാലന് പോലും 100 പ്രാവശ്യം ക്ഷമിച്ചു, എന്നിട്ടാണ് പിന്നെ ഭഗവാൻ ശിശുപാലനെ കൊല്ലുന്നത്. അപ്പം ക്ഷമാശീലമൊക്കെ ഭഗവാന് വേണ്ട. അപ്പം ദക്ഷിണഹ. അടുത്ത നാമം ക്ഷമിണാം വരഹ. ക്ഷമിണാം വരഹ. ചില പുസ്തകങ്ങളിൽ ക്ഷമിണാം പരഹ എന്ന് കാണും. അത് പായല്ല കേട്ടോ, വായാക്കണം. കഴിഞ്ഞ ഒരു ശ്ലോകത്തിലും കപില അപ്യയാന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു തന്നിരുന്നു, അത് വായാക്കണം, പായല്ല എന്ന്. അവിടെയും വായ വേണ്ടേ, അവ്യയ എന്നായിരുന്നു. അത് ചൊല്ലുമ്പം ക്ലാസ്സൊന്നും കേൾക്കാതെ തന്നെ ആൾക്കാരെ അപ്യയാന്ന് പിന്നെയും ചൊല്ലിയിട്ടിരുന്നു. അപ്പം മുഴുവനും ഇതായിട്ട് കേട്ടില്ലേലും ഒന്ന് കേൾക്കുക. അപ്പോൾ അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി തരുമല്ലോ. അപ്പോൾ ക്ഷമിണാം വരഹ, ക്ഷമിക്കുന്നവരിൽ ശ്രേഷ്ഠൻ എന്ന്. അപ്പം യോഗികൾ ക്ഷമയ്ക്ക് കീർത്തിപ്പെട്ടവരാണ്. അപ്പോൾ ഏറ്റവും വലിയ ക്ഷമയ്ക്ക് ഉദാഹരണമാണ് ഭൂമിയെ ഉദാഹരണമാക്കുക. അതായത് നമ്മുടെ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, ക്ഷമയാ പൃഥ്വീ സമാന ശ്രീരാമനെ. അപ്പോൾ ഭഗവാന് ക്ഷമിക്കുന്നതിൽ ഭൂമിയോട് തുല്യനാണ് എന്ന്. അപ്പം സ്വയം ബ്രഹ്മാണ്ടം മുഴുവൻ ധരിച്ചിട്ടും തനിക്ക് ഞാൻ പീഡിതനാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷേപമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റമോ ഒന്നും ഭഗവാന് തോന്നുന്നില്ല. അപ്പോൾ ഭൂമിയേക്കാൾ ശ്രേഷ്ഠനായി തീർന്നതുകൊണ്ട് ഭഗവാന് ക്ഷമിണാം വരാന്ന് പേര്. അപ്പം ക്ഷമതി എന്നതിന് ശക്തി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർവശക്തനാണ് ഭഗവാൻ.
പിന്നെ ബ്രഹ്മാദികൾക്കെല്ലാം ശക്തി നൽകുന്ന ഭഗവാനാണ്. പരമേശ്വരനായതുകൊണ്ട് പരമ ഈശ്വരൻ, ഈശ്വരന്മാരിൽ പരമനായതിനാൽ ശക്തന്മാരിലും ശ്രേഷ്ഠനാണ് ഭഗവാൻ. അതുകൊണ്ട് അതായത് ക്ഷിതിക്ഷാന്ത്യോ ക്ഷമായുക്തേ ക്ഷമശക്തേ ഹിതേ തൃഷു, മൂന്നിലും, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ 3 പേരിലും തൃഷു എന്നാണ് പറഞ്ഞത്. തൃഷു 3ലും എല്ലാത്തിലും എല്ലാവർക്കും ശക്തി കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് ക്ഷമിണാം വരഹ എന്ന് പേര്. അടുത്ത നാമം വിദ്വത്തമഹ. വിദ്വത്ത് വിത്ത് എന്നൊക്കെ പറഞ്ഞാൽ അറിവ്. അപ്പോൾ അതിൽ തമനാണ് ഭഗവാൻ. വിദ്വത്തമഹ, വിദ്യകളിൽ തമൻ, ഏറ്റവും അറിവുള്ളവൻ. അപ്പോൾ ഹിരണ്യഗർഭൻ തുടങ്ങിയ എല്ലാ പ്രാണികൾക്കും ജ്ഞാനം ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ വിഷയത്തിൽ ജ്ഞാനം കൊടുക്കുന്നു. അപ്പോൾ ഭഗവാനാകട്ടെ ഇവരുടെ എല്ലാ ജ്ഞാനം നേർവഴിക്കാക്കുന്ന സർവജ്ഞനുമാണ്. അപ്പം ഈ തെറ്റായിട്ട് ചെയ്യുന്നവരെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യുന്നു ഭഗവാൻ. അപ്പോൾ ശുദ്ധജ്ഞാനമായ ഭഗവാൻ വിദ്വത്തമനാണ്. സർവതചക്ഷുവായ ഭഗവാൻ സാദാ ജാഗരൂകനായി എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. സാക്ഷിയായിട്ട് എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നു. അപ്പോൾ എല്ലാ സത്യവും കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. സർവ വിഷയത്തിലും ഭഗവാൻ അതിശയകരമായ ജ്ഞാനമുള്ളതുകൊണ്ട് ഭഗവാന് പേര് വിദ്വത്തമഹ. അടുത്ത നാമം വീതഭയഹ. ഭയം വീതമായവൻ. വീതം എന്ന് പറഞ്ഞാലോ ഇല്ലാത്തത്. അപ്പോൾ ഭയം നിശേഷം ഇല്ലാത്തവൻ. ഭഗവാന് ഒരു ഭയവും ഇല്ല. കാരണം ഭഗവാന് മേളിൽ വേറെ ആരുമില്ല, അല്ലേ? ഭയനാശനാണ് ഭഗവാൻ. ഭയത്തെ നശിപ്പിക്കുന്നവനും കൂടിയാണ്. 835 നാമത്തിൽ ജനന മരണാദി ഇയാൾ ഉണ്ടാകുന്ന ദുഃഖങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ദ്വൈതമാണ് ഭഗവാന്റെ സ്വരൂപം എന്നൊക്കെ. അതായത് ഒന്നേ ഉള്ളൂ ഭഗവാൻ മാത്രം. രണ്ടാമതുണ്ടെന്ന് അറിയുമ്പോഴാണ് അവിടെ ഭയം വരുന്നത്. അപ്പോൾ ഭഗവാൻ അല്ലാതെ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടും അമൃത്യു ആയതുകൊണ്ടും മൃത്യുവിനെ ജയിച്ചവൻ ജിതമൃത്യു ആയതുകൊണ്ടും ഭയത്തിന് യാതൊരു സ്ഥാനവും ഭഗവാന്റെ ഇതിലില്ല. അപ്പോൾ ഭഗവാൻ ഒരു ഭയവുമില്ല. അതുകൊണ്ട് വീതഭയക എന്ന് ഭഗവാന് പേര്. അടുത്ത നാമം പുണ്യശ്രവണ കീർത്തനക. ഒറ്റ നാമാണ് പുണ്യശ്രവണ കീർത്തനക. പുണ്യങ്ങളായ ശ്രവണ കീർത്തനങ്ങളോട് കൂടിയവൻ എന്നൊരു വാക്കിൽ പുരുഷോത്തമനായ മഹാവിഷ്ണുവിൻ്റെ വൈഭവങ്ങൾ കീർത്തിച്ച് കേൾക്കുന്നതിനാലും ഭഗവാന്റെ നാമങ്ങൾ കീർത്തനം ചെയ്യുന്നതിനാലും ഭഗവാൻ പുണ്യകീർത്തനൻ. നമ്മുടെ സപ്താഹവേദിയിൽ ഭാഗവത സപ്താഹം പാരായണം ചെയ്യുക, നാരായണീയ പാരായണം, ഹരിവംശം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങളുടെയൊക്കെ പാരായണം, രാമായണം എല്ലാം ശ്രദ്ധയോടെ കേട്ട് അവയെപ്പറ്റി അഗാധമായി ചിന്തിച്ചവയിലെ തത്വങ്ങൾ ഉൾക്കൊണ്ട് ജീവിതചര്യയെ തിട്ടപ്പെടുത്തിയാൽ നമ്മളും ഭഗവാനായി മാറും. അതായത് തീർച്ചയായിട്ടും മനഃശുദ്ധി ലഭിക്കും. ആ മനഃശുദ്ധി കിട്ടുന്നതുകൊണ്ട് ശാന്തി സമാധാനം ഉണ്ടാവും. ഇതെല്ലാം കിട്ടുന്നത് കൊണ്ട് നമ്മൾക്ക് നല്ല ജ്ഞാനവും ഉണ്ടാവും, വിരക്തി വരും. എന്നിട്ട് കാലക്രമത്തിൽ ജ്ഞാനവും ഉണ്ടാകും. എത്ര വിഷ്ണു ഭക്തന്മാരെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളുണ്ട്, എല്ലാം നോക്കിയാൽ മനസ്സിലാവും. വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ ഈ ഫലശ്രുതിയിൽ പറയുന്നുണ്ട്, ഏതൊരുവനാണോ ഈ ഫലശ്രുതി, അതായത് യായിതം ശൃണിയാൻ നിത്യം യശ്ചാവി പരികീർത്തയേത് നാ അശുഭം നാ പ്രാപ്നിയാൽ കിഞ്ചിത് സ്വ അമുത്രേഹ ച മാനവ. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന ഏതൊരുവനാണോ വിഷ്ണു സഹസ്രനാമത്തെ കേൾക്കുകയും ചൊല്ലുകയും ചെയ്യുന്നത് അവന് ഈ ലോകത്തിലും പരലോകത്തിലും അശുഭമുണ്ടാകുന്നില്ല. അശുഭം ഉണ്ടാകുന്നില്ല. പ്രാപ്നിയാത് അശുഭം ഉണ്ടാകുന്നില്ല. കിഞ്ചിതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒട്ടും ഒരിക്കലും
അതായത് വിഷ്ണു സഹസ്രനാമം വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുവന് അശുഭമായതൊന്നും ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ പഠിച്ചു വരുന്നു. വിഷ്ണു സഹസ്രനാമം ഫലശ്രുതി വരെ ആയിട്ടില്ല, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും. അപ്പം ഈ ഭഗവാന്റെ പേര് പുണ്യശ്രവണ കീർത്തനക എന്ന്. ഇനി ഓരോ വാക്കിലും ഒന്നും കൂടി അർത്ഥം നോക്കിയിട്ട് ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥവും നോക്കാം. അക്രൂരപ്പേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാം വരഹ വിദ്വത്തമോ വീതഭയഃ പുണ്യശ്രവണ കീർത്തനഃ. അക്രൂരഃ ക്രൂരനല്ലാത്തവൻ, സൗമ്യശീലൻ. അക്രൂര യാദവനെന്നും പേര്, ഒരു യാദവനുണ്ട് അക്രൂരൻ എന്ന് പേരുള്ള. പേശലഹ ശോഭയുള്ളവൻ, കർമ്മം വാക്ക് മനസ്സ് ശരീരം എല്ലാം നല്ല സുന്ദരമായിരിക്കുന്നതുകൊണ്ട് ഭഗവാന് പേര് പേശലൻ എന്ന്. അടുത്ത നാമം ദക്ഷഃ. ദക്ഷൻ കാര്യനിർവഹണത്തിൽ സമർത്ഥനായതുകൊണ്ട് ദക്ഷൻ എന്ന് ഭഗവാന് പേര്, ദക്ഷഃ. അടുത്തത് ദക്ഷിണ. പിന്നെ ദക്ഷ എന്നുള്ളതിന് വേറെ അർത്ഥങ്ങളുണ്ട്. കാര്യനിർവഹണത്തിൽ സമർത്ഥൻ എന്നൊരർത്ഥം, ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെ ശീഘ്രം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ സാധിക്കുന്നവെന്നൊരർത്ഥം, ദേശകാല അവസ്ഥകളിൽ തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ വളർന്നുകൊണ്ടിരിക്കുന്നവെന്ന് വേറൊരർത്ഥം. അപ്പം ഇതെല്ലാം ദക്ഷൻ എന്നുള്ള വാക്കിന് പര്യാപ്തമാണ്. അപ്പം അടുത്ത നാമം ദക്ഷിണഃ. ദക്ഷിണ സർവവ്യാപിയും ഹിംസാശീലനും ആയിരിക്കുന്നവൻ, സമർത്ഥൻ. ഹിംസാശീലം ഉണ്ടെന്ന് പറഞ്ഞ് ഭഗവാൻ എല്ലാവരെയും പോയി ഹിംസിക്കുമോ? ഇല്ല. ധർമ്മവും എല്ലാം വെടിഞ്ഞ് ദുഷ്ടന്മാരെ മാത്രമേ ഭഗവാൻ ഹിംസിക്കുകയുള്ളൂ, അല്ലാതെ എല്ലാവരെയും ഒന്നും ചെന്ന് ഹിംസിക്കില്ല. അപ്പോൾ സർവവ്യാപിയും ഹിംസാശീലനും സമർത്ഥനുമായതുകൊണ്ട് ദക്ഷിണക എന്ന് ഭഗവാന് പേര്. അടുത്ത നാമം ക്ഷമിണാം വരഹ. ക്ഷമിക്കുന്നവരിൽ വരൻ. ഈശിക്കുന്നതിൽ വരൻ, ഈശ്വരൻ എങ്ങനെയാണോ അതേപോലെ ക്ഷമിക്കുന്നതിൽ വരൻ. ക്ഷമിണാം വരഹ, ക്ഷമിക്കുന്നതിൽ ശ്രേഷ്ഠൻ. വരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. ഇനി ചില പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു പായ ഉണ്ടാകും, അതല്ല, ഇവിടെ വായാണ് വേണ്ടത്. അതുപോലെ വിദ്വത്തമഹ. വിദ്യ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിത്ത് എന്ന് പറഞ്ഞാൽ അറിവ്. വിദ്വത്ത് തമഹ എന്നാണ് ആ വാക്ക്. അപ്പം ഏറ്റവും അറിവുള്ളവൻ. തമൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളവൻ. അപ്പം ഏറ്റവും കൂടുതൽ അറിവ് ഭഗവാനാണ്, അതുകൊണ്ട് ഭഗവാൻ വിദ്വത്തമഹ. അടുത്ത നാമം വീതഭയഃ. വീതഭയം, ഭയം വീതമായവൻ, ഭയമില്ലാത്തവൻ. താനല്ലാതെ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭയവും ഇല്ല ഭഗവാന്. ഭഗവാന്റെ മുകളിൽ വേറൊന്നുമില്ല, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഭയം വരുന്നത്? പിന്നെ ആ ലാസ്റ്റ് നാമം പുണ്യശ്രവണ കീർത്തനക. പുണ്യങ്ങളായ പുരാണ ഇതിഹാസങ്ങളും വേദാന്തങ്ങളും പാരായണം ചെയ്യുകയും കേൾക്കുകയും ചെയ്യുന്നവൻ, പുണ്യശ്രവണ കീർത്തനക. അപ്പോൾ ഈ ശ്ലോകം അക്രൂരപ്പേശലോ ദക്ഷിണ ക്ഷമിണാം വരഹ വിദ്വത്തമോ വീതഭയഃ പുണ്യശ്രവണ കീർത്തനഃ. സൗമ്യനായ അക്രൂരയാദവൻ ആയവനും വാക്കും ശരീരവും യഥാക്രമം സൗമ്യവും ശോഭനവുമായവനും ഏതു കാര്യത്തിലും സമർത്ഥനും ദുഷ്ടരെ പെട്ടെന്ന് ഹിംസിക്കുന്നവനും ക്ഷമാശീലമുള്ളവരിൽ ശ്രേഷ്ഠനും ഏറ്റവും അറിവുള്ളവനും ഭയം ഒട്ടുമില്ലാത്തവനും പുണ്യങ്ങളായ വൈഭവങ്ങൾ കീർത്തിക്കുന്നവർക്ക് മംഗളം നൽകുന്നവനും മഹാവിഷ്ണു തന്നെ എന്നീ ശ്ലോകത്തിന് അർത്ഥം. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു.